യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളി ചെയ്തത്, നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ്ക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. മതി. ഇവിടെ നമ്മൾ വായിച്ചത് കുറച്ച് ആഴ്ചകളായി നമ്മൾ ശ്രദ്ധിക്കുന്ന വചനമാണ്. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഇവിടെ വായിച്ചത് എങ്ങനെയെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്നാണ് പറഞ്ഞേ. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കാത്തത് കൊണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളെ ഓർപ്പിച്ചു, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നതിനെ ദൈവത്തിന് കൊടുക്കുവാൻ ദൈവം ആവശ്യപ്പെടും. സ്നേഹിക്കുന്ന പലതിൻ്റെ കൂടെ ദൈവത്തെയും സ്നേഹിപ്പാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എനിക്ക് പലതിനോടും ഇഷ്ടമാണ്, ദൈവത്തോടും ഇഷ്ടമാണ്. ചിലർ പറയും പോലെ, സുവിശേഷം പറയുമ്പോൾ അവർ പറയും, എനിക്ക് ഏതെങ്കിലും ഒരു ദൈവത്തോട് മാത്രമുള്ള സ്നേഹമില്ല, എനിക്ക് എല്ലാ ദൈവങ്ങളോടും ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഒരു ശൈലിയല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നതിനെ ദൈവത്തിന് കൊടുക്കണമെന്നാണ്. അതെന്താണെന്ന് നിങ്ങൾക്കേ അറിയാവൂ. അതങ്ങ് കൊടുത്തേക്കണം, എങ്കിലേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. എങ്ങനെയെങ്കിൽ നീ സ്നേഹിക്കുന്നതിനെ എനിക്ക് തന്നാൽ. പ്രയാസമാണ്, കൊടുത്താൽ പ്രയോജനവുമാണ്. ഹല്ലേലൂയ. മറ്റൊന്ന് മടിക്കാതെ കൊടുക്കുക എന്നുള്ളതാണ്. മടിക്കാതെ കൊടുക്കുക. നമ്മൾ പലതും കൊടുക്കുന്നവരാണ്, പക്ഷേ അതിനകത്തുള്ള മടി എങ്ങനെ ഉണ്ടെന്ന് അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് അറിയത്തില്ല. സ്വീകരിക്കുന്ന ദൈവത്തിന് അത് അറിയാം. ആരാധനയ്ക്ക് വരുന്ന കാര്യത്തിൽ രാവിലെ ഞായറാഴ്ച ആയതുകൊണ്ട് പോകാമെന്നേ. ഓ, ഇന്ന് ഞായറാഴ്ചയാണല്ലേ, ഓക്കെ, സ്തോത്രം. മറ്റതാണെങ്കിൽ ബസ് പോകും, ജോലിക്കാണ് പോകുന്നതെങ്കിൽ, പിള്ളേർ സ്കൂളിലാണ് പോകുന്നതെങ്കിൽ അതിൻ്റേതായ ഒരു സീരിയസ്. പക്ഷേ ഞായറാഴ്ചയാണെങ്കിൽ പോകാം. പോയില്ലെങ്കിൽ ചിലപ്പോൾ പാസ്റ്റർ വിളിച്ചേക്കും, പോയേക്കാം. മടിച്ച് സ്നേഹത്തോട് ദൈവസഭയെ ഞാൻ ഓർപ്പിക്കുന്നു, ദൈവീക കാര്യങ്ങളിലൊന്നും നിങ്ങൾ മടി കാണിക്കരുത്. കാരണം അതിവിടെ ആരെയും കാണിക്കാനൊന്നുമല്ല, കാണുന്ന ഒരുത്തനുണ്ട്. അത് വെച്ചിട്ട് വേണം നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുവാൻ. അതുകൊണ്ട് ദൈവീകമായ സകല കാര്യങ്ങളിലും, ആത്മീയമായ സകല കാര്യങ്ങളിലും മടിയില്ലാതെ ചെയ്യണം. ഇവിടെ വന്നിരിക്കുന്ന കാര്യത്തിലായാലും ആർക്കോ എന്തിനോ വേണ്ടി വന്നിരുന്നിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. സ്തോത്രം. ബൈബിൾ പറയുന്നു, ഉത്സാഹമായിട്ട് പ്രവർത്തിക്കണം. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 16-ാം വാക്യം വായിക്കാം. ഉത്സാഹിച്ച് പ്രവർത്തിച്ചു കൊള്ളുക. മതി, അത്രയും മതി. എങ്ങനെ പ്രവർത്തിക്കണം? അപ്പൻ മോഹനോട് പറഞ്ഞ കാര്യമാണ്. ഏത് കാര്യത്തിലാണ് ഉത്സാഹിച്ച് പ്രവർത്തിക്കാൻ പറഞ്ഞേ? ദൈവവേല, ദൈവസഭയുടെ പണി. സ്തോത്രം. അപ്പോൾ പണി ചെയ്തിട്ട് കാര്യമില്ല, അതെങ്ങനെ ചെയ്യണം? ഉത്സാഹിച്ച് ചെയ്യണം. ദൈവികമായ ഏത് കാര്യമായാലും ഉത്സാഹത്തോടെ, മടിച്ച് ചെയ്യരുത്. ഇവിടെ ഒരു പായെടുത്ത് വയ്ക്കുന്നതായാലും, ഒന്ന് അരിച്ച് വരുന്നതായാലും, 2 പാത്രം താഴെ കഴുകി വയ്ക്കുന്നതായാലും, എന്തു ചെയ്താലും ചില വിചാരിക്കും അവരൊക്കെ ഉണ്ടല്ലോ ചെയ്യട്ടെ, അവർ ചെയ്താൽ അതിൻ്റെ കൂലി അവർക്ക് കിട്ടും, നിനക്കെന്തോ കിട്ടും? സ്തോത്രം. അപ്പോൾ ദൈവമക്കളോടും ദൈവസഭയോടും ഞാൻ പറയുന്നു, ദൈവികമായ ഏത് കാര്യം ചെയ്താലും ഉത്സാഹത്തോടെ, മടിയില്ലാതെ ചെയ്യണം. മോനോടപ്പം പറയുക, എൻ്റെ മോനെ നീ ഉത്സാഹിച്ച് പ്രവർത്തിക്കണം, ഉത്സാഹിച്ച് പ്രവർത്തിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് നമുക്കൊരു ദൂതായിരിക്കട്ടെ. മടിക്കാതെ പ്രവർത്തിക്കണം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മടിയൻ, ഏത് കാര്യത്തിലായാലും ശരി, ലോകത്തിലെ വിഷയം, മടിയൻ അവൻ ദരിദ്രനായിത്തീരും.
സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു, ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു. എല്ലാവരും കേട്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് ഭൂമിയിൽ തന്നെ ഇത് മനസ്സിലാകുന്ന കാര്യമാണ്. ഏതൊരു കാര്യത്തിലും ഉത്സാഹത്തോടെ പ്രവർത്തിച്ചാൽ അവനൊരു നന്മ ഉണ്ടാകും. ബൈബിളിലൊരു വാക്യമുണ്ട്, നിന്റെ അധ്വാന ഫലം നീ തിന്നും, നിനക്ക് നന്മ വരും. ലേഖനത്തിലൊരു വാക്യമുണ്ട്, ഞാനെല്ലാം അങ്ങോട്ട് എടുത്തു പോകുന്നില്ല. വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ, മടി കാണിക്കുന്നവൻ തിന്നുക. ചിലർക്ക് ഈ ജോലി ചെയ്യുന്നത് വലിയ കാര്യമില്ല, അവർക്ക് ഉറങ്ങണം, ചിലർക്ക് കളിക്കണം. പിന്നെ തിന്നുന്ന കാര്യത്തിൽ അവരാരും മടി കാണിക്കാറില്ല. സ്തോത്രം. ബൈബിൾ പറയുന്നു, വേല ചെയ്യാൻ മടിയുള്ളവൻ തിന്നുന്ന കാര്യത്തിലും മടിയുള്ളവനായിരിക്കണം. തിന്നരുതെന്നാ ബൈബിൾ പറയുന്നേ. സ്തോത്രം. അതുകൊണ്ട് അധ്വാനശീലരായിരിക്കണം, ഉത്സാഹികളായിരിക്കണം ആത്മീയ വിഷയത്തിലും മറ്റു കാര്യങ്ങളിലും. പക്ഷേ അരുതാത്ത ഒന്നിലും കയറി ഉത്സാഹമൊന്നും കാണിക്കരുത്. പ്രൈസ് ലോർഡ്. അപ്പോൾ മടിയൻ ദരിദ്രനായിത്തീരും. ഉത്സാഹം വിലയേറിയ സമ്പത്താണ്. ഉത്സാഹം. സഹോദരം, സദൃശവാക്യങ്ങൾ 12:27 വായിച്ചേ. 12:27. മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല, മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു. മടിയനുണ്ടല്ലോ, മടിയൻ, അവനൊന്നും വേട്ടയാടി പിടിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം? അവൻ പറയുന്നത്, ഇങ്ങനെ പോയാൽ അവിടെ ഒന്നുമില്ല, ഇങ്ങനെയും പോയാൽ ഒന്നുമില്ല, അഥവാ ഞാനൊരു വെടി വച്ചാലും കൊള്ളാനൊന്നുമില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും തടസ്സമാണ് ഉന്നയിക്കുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവൻ്റെ ഉള്ളിലിരിക്കുന്ന മടിയാണ് അവൻ പറയുന്നത്. അവനൊന്നും വേട്ടയാടി പിടിക്കുന്നില്ല. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. പക്ഷേ ഉത്സാഹമോ വിലയേറിയ സമ്പത്താണ്. ഉത്സാഹം വിലയേറിയ സമ്പത്താണ്. ഒന്ന് ഉത്സാഹിച്ച് നോക്ക്. ഏത് കാര്യത്തിലായാലും ഒന്ന് ഉത്സാഹിച്ച് നോക്ക്. കർത്താവിന് പിന്നെ എല്ലാവരുടെയും ഒരു ധാരണ, എന്നെ കൊണ്ട് കഴിയില്ല, പറ്റൂല പാസ്റ്റേ. സോദരം, പിന്നെ എപ്പോഴും പറയുന്ന വയ്യാ വയ്യാ വയ്യ. സോദരം, പറ്റൂല പറ്റൂല, സാധിക്കൂല, കഴിയൂല. അതിനെന്തോന്നാണ് ഒരു മരുന്ന്? പ്രൈസ് ലോർഡ്. ഉത്സാഹം വിലയേറിയ സമ്പത്താണ്. ഇനി മടിയന്മാരോട് പറയുന്നതാണ്, നിനക്ക് കൊതിക്കാനേ പറ്റൂ, ഒന്നും നിനക്ക് കിട്ടൂല. സദൃശവാക്യങ്ങൾ 13:4 വായിച്ചേ. മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല. എല്ലാവരും കേട്ടോ? എന്തോ മടിയന്മാരും മടിച്ചുകളും കൂടെ ഇരിപ്പുണ്ടോ? അവരുടെ ശ്രദ്ധയ്ക്ക് നിനക്ക് കൊതിക്കാനേ പറ്റും, അല്ലെങ്കിൽ വല്ലതുമൊക്കെ കിട്ടുന്നവരെ കുറിച്ച് നിനക്ക് അസൂയ പറയാനേ പറ്റൂ. സ്തോത്രം. ചിലരുണ്ട്, മറ്റോ അത് കിട്ടി, ഇത് കിട്ടി, അത് കിട്ടി, ചുമ്മാ ഇരുന്നപ്പോൾ കിട്ടിയതാണോ? നിന്നെ പോലെ ഇരുന്ന അവനും കിട്ടിയില്ല. സ്തോത്രം. അവൻ എവിടെയെങ്കിലും അധ്വാനിച്ച് കാണും, ബുദ്ധിമുട്ടി കാണും, കഷ്ടപ്പെട്ട് കാണും, ഉത്സാഹിച്ച് കാണും. സ്തോത്രം. അതുകൊണ്ട് അതിൻ്റെ ഫലം അവന് കിട്ടി. മടിയന് കൊതിയുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. എന്നെ വളരെ ചിന്തിപ്പിക്കുന്നൊരു വാക്യം ദൈവവചനത്തിലുണ്ട്. അത് സ്തോത്രം സദൃശവാക്യങ്ങൾ 18:9. വേലയിൽ മടിയനായവൻ മുടിയന്റെ സഹോദരൻ. വേദോത്സവത്തിലെ മുടിയൻ പുത്രൻ എന്ന് നമ്മൾ പറയുന്ന ഒരു കഥയുണ്ട്. ബൈബിളിൽ അതില്ല. അപ്പൻ്റെ ഇളയ മകൻ. പക്ഷേ നിങ്ങൾ പറയുന്ന ആ മുടിയനുണ്ടല്ലോ, അവനൊരു സഹോദരനുണ്ട്. ഒരു സഹോദരനുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ?
സ്തോത്രം. അവൻ്റെ പേരെന്തുവാ? ഉറക്കപ്പറ. അങ്ങനെ ആകണോ നമ്മൾ? സ്തോത്രം. മുടിയൻ്റെ സഹോദരൻ മടിയൻ. ഇവിടെ ഇരിക്കുന്നവരാരും ആ കൂട്ടത്തിൽ വേണ്ട. ഉത്സാഹികളായി, മടിയില്ലാത്തവരായി, മടിക്കാതെ പ്രവർത്തിക്കുന്നവരായി, വിശേഷിച്ച് ദൈവിക വിഷയത്തിൽ മടി കാണിക്കാതെ ഉത്സാഹിക്കുവാൻ ദൈവസഭയെ ഒരു ദൈവദാസൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്.